ഹായ് ചങ്ങന്മാരെ. അപ്പോൾ പുതിയൊരു ദിവസം, പുതിയ കാര്യങ്ങൾ ഇന്നത്തെ ദിവസം ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാൻ ഇന്നലെ നമ്മുടെ വണ്ടി കഴുകിയാണല്ലേ, ഇത് മണ്ണാട്ടാ. ഇന്നലെ പൈപ്പത്തെ വെള്ളം നിന്നേ, അപ്പോൾ പിന്നെ അങ്ങനെ സ്റ്റോക്ക് ചെയ്താൽ. പക്ഷേങ്കിൽ ഈ ഒരു ഫ്ലാറ്റിന് വലിയ പ്രശ്നം കാണാനില്ല. ഈ ഒരു ഫ്ലാറ്റാണ്ടോ, ഇവിടെയൊക്കെ തുരുമ്പ് കയറി ഈ ഒരു ഫ്ലാറ്റ് പോയി എന്ന് തന്നെ പറയാം. ഈ ഫ്ലാറ്റിന് ഇനി തിരിച്ച് കിട്ടില്ല. ഇതിൻ്റെ ഇവിടെയൊക്കെ തുരുമ്പ് കയറിയിട്ടുണ്ട്, അതുപോലെ തന്നെ ആ സൈഡിലൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ വുഡ് അത് വിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വണ്ടി വാങ്ങിയ സമയത്ത് ഇവിടെ ഇങ്ങനെ ഒരു നായ കടിച്ച കീറലുണ്ട്. അതുപോലെ കുറച്ച് തുരുമ്പ് കാര്യങ്ങൾ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. എടാ മനോ മാറ്റ് എടുത്ത് കൊടുന്നാണ്. എടാ 3 മാറ്റുണ്ട് ആ റോട്ടുമാണ്ടോ. പെങ്ങൾ കുട്ടികളാണ്. വണ്ടി ബോഡി ഇറക്കി പണക്കണം. അത് നമുക്ക് കുറച്ച് പൈസ ചിലവുള്ള പരിപാടിയാണ്. ഏതാണ്ട് 10-15 റുപ്യൊക്കെ ചിലവുണ്ടാവും. അതാ സൈഡ്, ഇതാ സൈഡ്, ഇത് ഈ സൈഡ്. ആ മുന്നിലാ സൈഡ് കിട്. എന്താടാ പോട്ടെ വെയ്ക്കുണ്ടാകട്ടെ. ഞാൻ ആ കമ്പിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്ക്. സോൻസന് പറഞ്ഞു കൊടുക്ക. സോൻസനുവിനെ അറിയോ? സോൻസനൊക്കെ തന്നെ അറിയില്ലല്ലേ? ഇങ്ങനെ തന്നെ മതി. സാറായിക്കണേ. നിങ്ങളെടുക്കാം എന്തിന് സാധനം വാങ്ങാൻ. ഈ പറഞ്ഞ പോലെ വണ്ടി നമുക്ക് ബോഡി ഇറക്കി പണക്കണം. ബോഡി ഇറക്കി പണക്കറിയുമ്പോഴേക്ക് ഇതിനെ മൊത്തത്തിൽ ഇതിനെ തുരുമ്പ് കളഞ്ഞ് പോയ പീസൊക്കെ വെച്ച് ഈ വുഡ് ഇന്നതൊക്കെ മാറ്റി അങ്ങനെയൊക്കെ ഈ വർഷം പണിയെടുക്കണം. ഈ വർഷം ലാസ്റ്റ് ആകുമ്പോഴേക്കും പണിയെടുക്കണം. അങ്ങനെ എടുക്കണമെങ്കിൽ ഒരു 50,000 രൂപയോളം നമുക്ക് ചിലവാണ്. ഒരു 50 രൂപ ചിലവ് വരും. പേപ്പർ വർക്ക് അടക്കട്ടോ. പേപ്പർ വർക്ക് കൊണ്ട് ബ്രേക്ക് കണ്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ട് ഒരു സംഭവം. ഞാൻ ഇന്നലെ വണ്ടി കഴിയപ്പോഴാണ് തുരുമ്പ് ശരിക്കും കാരണം. പിന്നെ അത് മാത്രമല്ല, നമ്മൾ വണ്ടി എടുത്തിട്ട് 8ാമത്തെ വർഷത്തേക്ക് പോകണം. ഇത്രയായിട്ട് ഞാൻ ബോഡി ഇറക്കിയിട്ടില്ല. ബോഡി ഇറക്കണത് അപ്പോൾ അത് വൃത്തിയാവുള്ളൂ വണ്ടി. ഇന്ന് പെരുന്നാളിൻ്റെ തലേ ദിവസമാണ്. തലേ ദിവസം ആയതുകൊണ്ട് തന്നെ നമ്മൾ രാത്രിയിലേക്ക് നിൽക്കുവാണെങ്കിൽ അത്യാവശ്യം ഓട്ടം ഉണ്ടാവേണ്ട ദിവസം കൂടിയാണ്. പക്ഷേങ്കിൽ ഇപ്പോൾ ഞാൻ എല്ലാ ദിവസവും പറയുന്നതാണ്, ബ്ലോക്ക് അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് ഓടാൻ വേണ്ടി പറ്റില്ല. മെയിനായിട്ട് സംഭവിക്കുന്നത് സെൻട്രൽ പോലീസുകാർ നിയന്ത്രിക്കണില്ല. അതാണത്. അല്ലാന്നാണെങ്കിൽ ഇങ്ങനെ ബ്ലോക്ക് ഇത്ര കണ്ട് വരാൻ സാധ്യതയില്ല, ഉണ്ടാവും. ചെന്നാലും അതങ്ങനെ ഒഴിഞ്ഞങ്ങനെ പോകും. പിന്നെ ഈ ആഘോഷവേളകളിലൊക്കെ എന്തായാലും എല്ലാവരും വണ്ടിയായിട്ട് ഇറങ്ങും. അതിൽ യാതൊരു സംശയമല്ല. വീടുകളിൽ നിന്ന് ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ആണെങ്കിൽ പോലും കാറ് കൊണ്ട് വരുന്ന ആളുകളുണ്ട്. അങ്ങനെ ഇറങ്ങും, എന്തായാലും വണ്ടി കൊണ്ട് ഇറങ്ങും. അപ്പൊ അത് ഉറപ്പല്ലേ. പിന്നെ പോലീസുകാർ നിയന്ത്രിക്കല്ലാതെ വേറെ ഓപ്ഷനൊന്നും ഇപ്പൊ ഇതിലില്ല. ഞാനൊരു 12ാമത്തെ വണ്ടിയൊക്കെ ആയിട്ടാവാം നിർത്തിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ലൈനാണ് ഓട്ടോ സ്റ്റാൻഡ്. നല്ല വെയില്. എന്താ പറയാ, ഇത്രയും ദൂരത്തേക്ക് വണ്ടി ഉണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചല്ല. ഇന്നലെ നമ്മൾ വരുമ്പോൾ ഒരു 8ാമത്തെ വണ്ടിയൊക്കെ ആയിട്ട് നിർത്തി വന്നു. ഇന്ന് 8ാമത്തെ ഒന്നല്ല, ഇന്ന് 12-13 ആയി വന്നു. എണ്ണിയിട്ടില്ല ഫുള്ളായിട്ട് കേട്ടോ. ഇന്നലെ ഞാൻ തന്നെ നിങ്ങളെ കണ്ടിട്ടില്ല. ഞാൻ നിങ്ങളെ കണ്ടിട്ട് വേണം. അപ്പൊ ചങ്ങന്മാരെ, നമ്മളുടെ ഫണ്ട് ആയിക്കൊണ്ടിരിക്കുവാണ്. ഇത് മിക്കവാറും പ്രസവത്തിന് അടിക്കും കേട്ടോ. അല്ലാതാണെങ്കിൽ ഇത് എന്തുമൊക്കെ ചെല്ലാന്ന് എനിക്ക് തന്നെ അറിയില്ല. എന്തായാലും നമുക്ക് ഇങ്ങനെ കാണിച്ചു തന്നാൽ നിങ്ങൾ കാണൂല. കാണിച്ചില്ല. ഞാൻ ഇപ്പൊ കാണിക്കാനല്ല, എത്ര ആയി ഞാൻ പറയുന്നത്. ഞാൻ പറയും ഇതിൽ എത്ര രൂപ നമ്മൾ ഉണ്ടാക്കി എന്നുള്ളത്. 100 രൂപ വെച്ചാണ് നമ്മൾ അടക്കുന്നത് കേട്ടാ. 100 രൂപ വെച്ച് അടച്ച് ഞാൻ ഉണ്ടാക്കുന്ന എൻ്റെ ഒരു സമ്പാദ്യമാണത്. അപ്പോ ഇതിപ്പോ തിരക്കേടില്ലാത്ത കാരണം ഇപ്പൊ ഒരു മിഡിൽ ലെവലൊക്കെ ആയിട്ടുണ്ട്. ഒരു പ്രസവം കഴിക്കാതൊന്നും ആയില്ല. അതാണ് പറയണത്. പക്ഷെ സമയമുണ്ടല്ലോ, നമുക്കിപ്പോ 5-5.5 മാസമല്ലേ ആയുള്ള അവർക്ക്. നമുക്ക് പ്രസവ നടക്കുമ്പോഴേക്കൊക്കെ നമുക്കതിൽ ഫണ്ടാവും എന്ന് തന്നെയാണ് കരുതുന്നത്. അവണ്ടതാണ് 50 രൂപ. നമ്മൾക്ക് ഇന്നത്തെ കൈനീട്ടം എന്ന് പറയുന്നത് 50 രൂപയാണ്. വാവ് അല്ലേ? നമുക്ക് കുറച്ച് 30 കൈനീട്ട് എന്തൊരു സന്തോഷം കിട്ടുമ്പോ. ഇപ്പൊ 10:17 സമയം. നമ്മൾ 9:30 നമ്മൾ ഇറങ്ങിയിരുന്നത്. ഇപ്പൊ 10:17 ആയപ്പോഴേക്ക് 1 മണിക്കൂറിനടുത്തേക്ക് ആയില്ലേ. ആയപ്പോഴേക്കാണ് നമ്മൾക്ക് 50 രൂപ കൈനീട്ടം കിട്ടിയിട്ടുള്ളത്. ഇനി വെച്ചടി കയറ്റമായിരിക്കും. അതായത് വലിയ ട്രിപ്പല്ല നമ്മൾക്ക്. ഞാനിങ്ങനെ വലിയ ട്രിപ്പല്ല ആഗ്രഹിക്കണേ. എനിക്കിങ്ങനെ 70, 80, 100, 150 അതിന്റെ മേലൊക്കെ ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനത്തെ ട്രിപ്പുകളാണ്. അത് കിട്ടുമ്പോഴാണ് നമ്മൾക്ക് പെട്ടെന്ന് പോയി പോരാനും മടക്കം കിട്ടുക ഒക്കെ കിട്ടുക. ഇനി അടുത്തത് എടുക്കാൻ നോക്കാൻ പറ്റും.
വീട്ടിലേക്കൊന്ന് വന്നതാണ്, വേറെ ഒന്നല്ല. അവൾക്ക് ഇന്ന് കുറച്ച് ചിക്കൻ പാർട്സ് കഴിക്കാനാ താല്പര്യം. അവൾക്ക് ഓരോ ദിവസം ഓരോ താല്പര്യം. ആ ചാർജറും കൊണ്ട് എണ്ണ വാങ്ങിയിട്ടില്ലല്ലോ ഇപ്പോഴും. ഓക്കെ, എണ്ണ ഉണ്ടാക്കിയത് മനസ്സിലായോ? ആര്യന്റെ ഒരു തല തേക്കാനുള്ള എണ്ണ വാങ്ങിക്കണം എന്ന് 2 ദിവസം മുന്നേ പറഞ്ഞില്ലേ? ആ എണ്ണ ഞാൻ മറന്നു. അത് 5 മണി വരെ ഉണ്ടാവുള്ളൂ. ഞാനാണെങ്കിൽ ഓട്ടത്തിലാകുമ്പോ അങ്ങനെ മറക്കും ചെയ്യും. ഏതായാലും ഇന്ന് മേടിക്കണായി, അല്ലെങ്കിൽ ഇന്നും കൂടി മറന്നു പറഞ്ഞാല് ശരിയാവില്ല. മറവിക്കൂല്ലേ ഒരു അന്തസ്. ചാർജറായി. കുറച്ച് ചിക്കൻ വാങ്ങിയിട്ടുണ്ട്, ഫുള്ള് പാർട്സ് അല്ല. അവൾക്ക് ഓരോ ദിവസം ഓരോന്നിനാണ് ആഗ്രഹം. പിന്നെ ഇന്ന് ഇതിനാണ് പറഞ്ഞപ്പോ കുറച്ച് പാർട്സും കുറച്ച് ചിക്കനും രണ്ടുപാടെ മിക്സ് ചെയ്ത് വെക്കേ. ഫുള്ളായിട്ട് വെക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ഫ്രിഡ്ജിൽ കയറ്റാൻ വേണ്ടി പറഞ്ഞാൽ എന്താ ചെയ്യാ, വെക്കാനെ വെക്കട്ടെ. സമയം 11:15. ഒരു 40 രൂപയുടെ ട്രിപ്പും കൂടി പോകുന്നതാണ് 2 കിലോമീറ്ററിനടുത്തേക്ക്. മൊത്തം 90 രൂപയ്ക്ക് ഓടി. 2 ട്രിപ്പേ നമ്മൾ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പൊ സമയം 11:15 എന്ന് പറഞ്ഞില്ലേ. നൈസായിട്ട് ചായ കുടിക്കണം. ഞാൻ വീട്ടിൽ നിന്ന് ചായ കുടിച്ചതാണ്, നൂൽപുട്ടായിരുന്നു രാവിലെ. നൂൽപുട്ടും കൂട്ടി കഴിച്ചതാണ്. ഇന്ന് രാവിലെ 2 നൂൽപുട്ടേ കഴിച്ചുള്ളൂ. ഇത് ഏത് നേരത്തെ കുടിച്ച ശീലമായി ഒന്നതാണ്. ഞങ്ങളെ ബസ് സ്റ്റാൻഡാണ്. എങ്ങനെ വരെ ചായ ഹോട്ടൽ ആളില്ല. മദീന ഹോട്ടൽ കൊണ്ടോ, ഇതിനകത്തുണ്ടാവും നമുക്ക് പൊറാട്ടം ചായ. ഓക്കെ, ഒരു പൊറോട്ട ഒരു പൊടിച്ചായ, ഒരു പൊറാട്ട ഒരു ചായയും കുടിച്ചു. ലൈനിൽ നമ്മളുടെ വണ്ടിയുണ്ട്. ചായ കുടിക്കാറ് അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ, വലിയ കൂടിയൊന്നും കുടിക്കൂല. ഒരു 20 റുപ്യ മാക്സിമം 30 റുപ്യ ആക്കുള്ളൂ, അതിന്റെ അപ്പുറത്തേക്ക് ആക്കൂല. വണ്ടി ആരും തള്ളിയിട്ടൊന്നുമില്ല, അവിടെ കിടക്കണം. ചായ എടുക്കാ ഓട്ടണ്ടോ? കാലയാൾക്ക് പോകണം പോലോ. അതാ പോയിക്കോ, ഇവിടെ ബ്ലോക്ക് ആയിട്ടേ വണ്ടി ഉള്ളതാണ്. ബ്ലോക്ക് തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. അപ്പൊ നമ്മുടെ വണ്ടി മറച്ചിടല് കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാണ്. ചെങ്ങായിമാരെ ഇന്ന് ഇന്നലത്തെ മാതിരിയല്ല കേട്ടാ, ഇന്ന് അടിപൊളിയാണ്. അടിപൊളി എന്ന് പറയുമ്പോ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു 150 രൂപയുടെ ട്രിപ്പ് നമുക്ക് കിട്ടും. നമ്മളുടെ ആഗ്രഹം അത്രയൊക്കെ ഉള്ളൂ, 150 റുപ്യ, ഒരു 200 റുപ്യ. അതിൽ 150 റുപ്യന്റെ ഒരു ട്രിപ്പ് കഴിഞ്ഞ് ഇങ്ങനെ മടങ്ങി പോവാണ്. ഇപ്പൊ ഉള്ളത് വാണിയമ്പലത്താണ്. വാണിയമ്പലം ലെവൽ ക്രോസ് ചെയ്യുകയാണ് ഞാൻ. എന്താ പറയാ, അവിടേക്ക് ഒരു 150 രൂപ പോയിന്റ് കൊണ്ടുപോയി ഇറക്കി. അവിടെ നിന്നിട്ട് 2 പേരെ മടക്ക് കൊണ്ടുപോയി. അങ്ങനെ അത് 170 ഈ 150 എന്ന് പറയുമ്പോഴേക്ക് നമ്മൾ 7 കിലോമീറ്റർ ആ റേഞ്ചിക്കാണ്. 7 കിലോമീറ്ററിന് ഉള്ളിലേക്ക്, 6.5 കിലോമീറ്റർ കഴിഞ്ഞ് 7 കിലോമീറ്ററിന് ഉള്ളിലേക്കൊക്കെ 150 രൂപയാണ് മേടിക്കാറ്. ഇവിടുത്തെ ഓട്ടോ സ്റ്റാൻഡ് ഉണ്ടോ, ഫുള്ള് വണ്ടിയാണ്. വലിയ തിരക്ക് ബഹളമൊന്നുമില്ല. പറയുമ്പോൾ പെരുന്നാൾക്കരയെന്നാണ് എല്ലാവരും ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ട് വാങ്ങി തോന്നുന്നു. ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിരുന്നു തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമ്മൾക്ക് അതിന്റെ ഓളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഈ ബ്ലോക്ക് ആയതുകൊണ്ടേ ഞങ്ങളെ കുറേ ആളുകൾ പ്രാവും. അതിന് കാരണം എന്താ പറയുക നിങ്ങൾക്ക്? ഞങ്ങൾ ഈ ലൈനിൽ നിന്ന് വണ്ടി പുറത്തേക്ക് ഇറക്കുമ്പോഴും ഇവരിവിടെ ചവിട്ടി തരണം, ലൈനിൻ്റെ അകത്തേക്ക് കയറ്റുമ്പോഴും ചവിട്ടി തരണം. ഇതിപ്പോൾ ഏതാണ്ട് ഇപ്പോൾ തുടങ്ങിയിട്ട് ഞാൻ മറ്റാ ട്രിപ്പ് പോയില്ലേ, ആ ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ട് 1-2 ലോക്കിൽ പോയി. എന്നിട്ട് ആ നേരത്തെ ഞാൻ ആ ട്രിപ്പ് കഴിഞ്ഞ് വന്നപ്പോണ്ട് 150 റുപ്യ ട്രിപ്പ് പോയി വന്നിട്ട് ഇവിടെ ബ്ലോക്ക് ഉണ്ട്. ആളുകൾക്ക് ഞങ്ങളോടൊരു വെറുപ്പേക്കാറ്. ഈ കാറും ബൈക്കും ലോറിയും കൊണ്ടൊക്കെ വരുന്ന ആളുകൾക്ക്. കാരണം ഞങ്ങൾ ഇതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ കുത്തി തിരിച്ചല്ലേ, എന്താ ചെയ്യാം, നമ്മളെ കൊണ്ട് വേറൊരു ഓപ്ഷൻ ഇല്ലാത്തതാണ് മക്കളെ. അല്ലാന്നാണെങ്കിൽ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. നമുക്കിവിടെ ബ്ലോക്ക് ഉണ്ടാകുന്നത് ഇഷ്ടമല്ല. അങ്ങനത്തെ ആൾക്കാരാണ് ഞങ്ങള്. ഞങ്ങള് ബ്ലോക്ക് ഉണ്ടാക്കാനല്ല, ഒരു നിമിഷം ഒന്ന് തിരിഞ്ഞു പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കൈമ ഉണ്ടാവില്ല, ഒരു കൈ കൊണ്ടല്ലോ ചോറുന്ന. ഞാൻ വന്നപ്പോൾ തന്നെ ആരും നല്ല ചോറ് കിട്ടുകയാണ് കേട്ടോ. ഇത് നമ്മളുടെ എന്താണ് ലിവർ അല്ലേ, പിന്നെ ചിക്കൻ പൊരിച്ചത്, മുരിങ്ങ, പയർ, ഇതൊക്കെയാണ് ഇന്നത്തെ കറികൾ, കൂട്ടാനുകൾ എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ കാണില്ലേ, ഞാൻ നാട്ടിൽ ലോക്കലെ കിട്ടിയ മുന്നിൽ ഇരുന്നപ്പോഴേ അതിന് വന്ന് ഭക്ഷണം ആക്കിയത്. അതേ സമയം അധികമില്ല, 1:35 ആയിട്ടുള്ളൂ. പോകാൻ നിൽക്കാം അങ്ങാടിക്ക് അല്ലേ? അങ്ങാടിക്ക് പോട്ടെ, ഓടണം. മഴ വരുന്നുണ്ടോ? മഴക്കാറ് കൂടിയിരിക്കണല്ലോ. മഴക്കാറ് മൂടിയോ? മഴ പെയ്യോ? മഴയൊക്കെ പെയ്യും. അച്ഛനെന്നും ഉച്ചക്ക് റോട്ടമ്മ വണ്ടി ഇട്ടില്ല. ശരിയല്ലേ. മഴ കഴിയുമ്പോൾ അങ്ങനെ എന്താ വണ്ടിനെ ഇങ്ങോട്ട് ഇറക്കേണ്ടിയിട്ടില്ലേ? അപ്പൊ
നമ്മളങ്ങോട്ട് ഇറക്കും. ഇതാക്കത് കോയും കുട്ടികളൊക്കെ ഇവിടെ അങ്ങനെ കളിച്ചിട്ട് മണ്ണില് ഉന്തിയുണ്ട്. നമ്മളോട്ട് പോയാ അത് നമ്മൾ പോയി തന്നെയാണ് കോഴിക്കുട്ടികൾക്ക് രണ്ടുകുട്ടികളി. കറുത്ത കോഴിക്ക് വെള്ള കുട്ടികളാണല്ലോ. അയ്യാ ഏയ് അപ്പി കുടിച്ചാ നോക്കണേ അല്ലേ? എന്നാ കൊണ്ട ഞാൻ പോട്ടോ. ഞാൻ പോവുക. പൈസ കിട്ടും. ഓക്കെ, ഇനി കുറച്ചും കടന്നുറങ്ങിക്കോളെ. മഴ വരാൻ സാധ്യത ഉണ്ട്. ഇപ്പോൾ സമയം 2:10 ചെങ്ങന്മാരെ സമയം 3 മണി. ഉച്ചയ്ക്ക് ഇറങ്ങിയിട്ട് നമ്മൾ ഒരു മൂന്ന് ട്രിപ്പല്ല 2 ട്രിപ്പ് കൊടുത്തു. 2 ട്രിപ്പ് 3 ട്രിപ്പായി മാറി. അത് അങ്ങനത്തെ സംഭവം ഉണ്ടായി. എന്തെങ്കിലും കുഴപ്പമില്ല, കൊള്ളാം. പക്ഷേ എങ്കിൽ വേറെ സംഭവം ഞാൻ രാവിലെ പറഞ്ഞായിരുന്നു. നാളെയാണ് പെരുന്നാൾ. നിങ്ങൾ ഈ വീഡിയോ കാണുക ചിലപ്പോൾ പെരുന്നാളിൻ്റെ അന്നായിരിക്കും. പെരുന്നാൾ തലേന്നാണല്ലോ. പക്ഷെ അതിൻ്റെ ഒരു അങ്ങോട്ട് വന്നിട്ടില്ല ആ ഒരു പവറ്. അപ്പൊ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വലിയ പെരുന്നാൾ ആശംസകളാണ്. നാളെയാണ് പെരുന്നാള്. പക്ഷെ നിങ്ങൾ വീഡിയോ കാണുന്നത് പെരുന്നാൾ ദിനത്തിലാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഞാൻ നാളത്തെ വീഡിയോയിൽ പറയും. കാരണം നാളെയാണ് ഞാൻ പെരുന്നാളിന്റെ ദിവസം എനിക്ക് വീഡിയോ തലേ ദിവസം ഷൂട്ട് ചെയ്യാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ഓ മൈ ഗോഡ്, ബാരിഷായുടെ ബാരിഷ് പെയ്യുന്നു. പെയ്യുന്നതിന്റെ ഹിന്ദി എന്താണാവല്ലേ? ബാരിഷ് പെയ്യുന്നു. കർട്ടനട അതാ വണ്ടിയാ പോണു. ഇതിപ്പോ ഇന്ന് മടക്കി വെച്ചപ്പോഴാണ് മഴ കൊള്ളുന്നത്. എന്താ പറയാ, ഇവിടുത്തെ 2 ക്ലിപ്പ് ഉണ്ട്. അത് ഇട്ടിട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാ. ഓക്കെ, ഇന്ന് വണ്ടിന്റെ ഉള്ളിൽ നിന്നിട്ടാലും മതി. ഇന്നലെയാണ് ഇപ്പൊ നമ്മള് വണ്ടി കഴുകി. അപ്പോഴേക്കും മഴ പെയ്തു. ഉറപ്പാണ് മഴ പെയ്ത് മാറ്റൊക്കെ ചെളിയാവും എന്നുള്ളത്. പിന്നെ അങ്ങനെ നീണ്ടു നിൽക്കുന്ന മഴയൊന്നല്ല, കണ്ടാൽ തന്നെ അറിയാം. കുറച്ചേരൊക്കെ ഇങ്ങനെ പെയ്തിട്ട് കാര്യമായി പോകും. ഇപ്പൊ നല്ല പാടമാണ്, അതിമനോഹരം അല്ലേ? ഞാൻ പ്രതീക്ഷിച്ച പോലെ അല്ല നടന്നത്. മഴക്ക് ഊക്ക് കൂടിയേക്കുവാണ്. കാർട്ടൺ ഇട്ടിട്ടില്ലെങ്കിൽ ആകെ നനഞ്ഞേനെ. മഴക്ക് ഊക്ക് കൂടി. വാവ്, തണുക്കട്ടെ, തണുക്കട്ടെ. ഇന്നലെയൊക്കെ 2 ഫാനച്ച മഴ. ഊക്ക് പോയടേ. പെട്ടെന്നുള്ള മഴ ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഓട്ടം കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ബൈക്കുകാരുണ്ടാവില്ല. ബൈക്ക് യാത്രക്കാര് കുറവായിരിക്കും. അവര് ജാക്കറ്റ് എടുത്തിട്ടുണ്ടാവില്ല, റെയിൻകോട്ട് എടുത്തിട്ടുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഒരു കുറവായിരിക്കും. മഴ പെയ്ത് കഴിഞ്ഞാല് അടുത്ത നമ്മൾക്ക് ഉള്ളൊരു പണി ഇതാണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്താണ്ട് വേണം ഇടുക. തള്ളാൻ വേണ്ടി കഴിയില്ലല്ലോ, മഴ നനയില്ലേ. സ്റ്റാർട്ട് ചെയ്താണ്ട് എന്നാ മഴ ചീറ്റങ്ങള്. നല്ല അടിപൊളി മഴയാണ്. ഒരു സുഖം. ഈ മഴയും ഈ ഇളം കാറ്റും ഈ ഒരു വഴിയില് ഇവിടെ ഈ ഒരു സ്റ്റേജ് ഈ ഒരു ഏരിയയിൽ എത്തുമ്പോ, ഇപ്പൊ ഞാൻ ഈ സ്പോട്ടിൽ എത്തുമ്പോ ഇതിലെങ്ങനെ കാറ്റ് വരും, ബിൽഡിംഗ് ഇല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് തന്നെ നല്ല സുഖം അവിടെ ഇരിക്കാം. നല്ല തണുത്ത കാറ്റ്. അതുപോലെ തന്നെ എണ്ണ പെയ്തുകൊണ്ടിരിക്കുന്ന ഇത് നല്ല രീതിയിൽ പെയ്യൂട്ടോ കണ്ടിട്ട്. പക്ഷെ മാനം വലിയ ഇരുണ്ട് മൂടി കെട്ടി കിടക്കുന്ന ഒരു സംഭവമൊന്നുമില്ല. ഇങ്ങോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഉണ്ടല്ലേ, ചീറ്റാല വരുന്നുണ്ട്. എന്താ കാലൊക്കെ മടക്കിയിരിക്കുക. ഈ സീറ്റ് ഇടക്കിടക്ക് തുടക്കേണ്ടി വരും. ഇവിടെ കർട്ടൻ ഇട്ടില്ല. ആളുകൾക്കും ഇഷ്ടമല്ല കർട്ടൻ ഇട്ടാണ്ട് ഇങ്ങനെ മൂടിക്കെട്ടി ഇങ്ങനെ പോകുമ്പോഴേ. ഇതിനുള്ളിൽ യാത്ര ചെയ്യണവർക്കും ഇത് വലിയ താല്പര്യമൊന്നുമില്ല. ഞങ്ങൾക്ക് അത്രയില്ല. നിവൃത്തികേടുകൊണ്ട് ഇടുക തന്നെ ഉള്ളൂ. ചുരുക്കം പറഞ്ഞാലേ ചെറുതായിട്ടൊന്ന് പെട്ട മാതിരി ഉണ്ട്. ഓടാണ്ടോ ചീറ്റാല വന്നിങ്ങനെ നനയുവാണ് ഞാന്. അപ്പൊ ഞാന് ഈ സൈഡില് കർട്ടൻ ഇടല് നിർബന്ധ. അല്ലെങ്കിൽ നമുക്ക് നനയേണ്ടി വരും. നനയുന്നതിനല്ല, നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആകെ അല്ലേ സംഭവം ശരിയാണ്. കുറച്ചേരൊക്കെ ഇതൊക്കെ എന്തായാലും ആസ്വദിക്കാൻ വേണ്ടി കഴിയുള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടാണല്ലോ. ഓക്കെ, നല്ല മഞ്ഞുള്ള സമയത്ത് ഞാനും കുക്കും യാത്ര ചെയ്യുമ്പോ തവാങ്ങന്നൊക്കെ ഇറങ്ങിയിട്ടായിരുന്നു. അതിൽ നല്ല മഞ്ഞുള്ള സമയമാണ്. ആ ടൈമിലൊക്കെ ഒരു തുള്ളി വെയിൽ കിട്ടുമ്പോ ഞങ്ങൾക്ക് വലിയ ആശ്വാസമാണ്. വെയിൽ തന്നെയാണെങ്കിൽ ആശ്വാസം കൂടി എന്നതുപോലെ ആകെ നനഞ്ഞടോ, ആകെ നനഞ്ഞു പോയി. മഴ പെയ്യുന്നതിൽ യഥാർത്ഥ സൗണ്ട്. നേരത്തെ മൈക്കുണ്ടല്ലോ, അപ്പൊ മൈക്കല്ല. ഇതൊക്കെ കേട്ടിട്ട് ഏജന്റാണേ
അല്ലെങ്കിൽ ഇനി വലിയ കരയേറെ ലേറ്റ് ആയിട്ട് അപ്പോഴേക്കും എല്ലാവരും വണ്ടി ആയിട്ട് വന്ന് വരിക. അതൊക്കെ ആകെ ബ്ലോക്കോ. നല്ല വീട്ടാ. ഒരു പൊടിക്ക് അടങ്ങണില്ല. അടങ്ങണ്ട ചെയ്തോട്ടെ. ചെങ്ങന്മാരെ സമയം 4:42. ആ മുന്നിലൊരു ഓട്ടോറിക്ഷ പോണില്ലേ, അത് എൻ്റെ ബാക്കത്തെ വണ്ടിയായിരുന്നു. അതായത് ഞങ്ങൾക്ക് രണ്ടാൾക്കും കിട്ടിയത് നിംസ് ഹോസ്പിറ്റലിലേക്കാണ്. 2 പേര് മുപ്പത് മടക്കം കിട്ടിയത്. മുപ്പർക്ക് 30 40 ആയിക്കൊണ്ടിരിക്കുകയാണ്. ആവട്ടെ, അതങ്ങനെ അവിടെ എത്തുമ്പത്തിന് 50 ആവട്ടെ. അല്ലെ, മഴയൊക്കെ പോയിട്ട് ഒന്ന് ക്ലിയർ ആയി വരുന്നുണ്ട്. മഴ പെയ്തത് കൊണ്ടാണോന്നറിയില്ല, ബ്ലോക്ക് ഉണ്ട് അങ്ങാടിയില്. എല്ലാരും ബൈക്കിന് വരാൻ വേണ്ടിയ ആളുകളൊക്കെ ഇപ്പൊ എന്തായി, കാറെടുത്ത് പോന്നു. മനസ്സിലായില്ലേ അത് സംഭവിച്ചത്? എവിടക്ക പോയി ഇറങ്ങണേ? ഇതൊരു ക്ഷേത്രവളപ്പിലേക്കാണ് നമ്മളിപ്പോ കയറിയത്. ക്ഷേത്രവളപ്പാണ്. മടപ്പിലാശ്ശേരി ശ്രീ ഭദ്രകാളി ക്ഷേത്രമാണ് നമ്മുടെ ഫ്രണ്ടിലായിട്ട് കാണുന്നത്. ആഹാ, കൊള്ളാം അല്ലേ. ഞാനിവിടേക്ക് ഒരു 90 രൂപയുടെ ട്രിപ്പ് പോകാം. ക്ഷേത്ര കവാടം. ഈ ക്ഷേത്ര കവാടം കഴിഞ്ഞാൽ പിന്നെ ഈ ഭാഗത്തേക്ക് കാണാൻ നല്ല ഭംഗിയാണ്. ഈ ഭാഗം ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്താ പറയാ, നല്ല തട്ടായിട്ട് ഇങ്ങനെ കൃഷിയിടം കിടക്കുവാണ് ആ ഒരു ഏരിയക്ക്. അതിലൊരു റോഡ് പോകുന്നുണ്ട്, പക്ഷെ ഒരു വീടിന്റെ പ്രൈവറ്റ് റോഡാണ്. അപ്പൊ നല്ല ഭംഗിയാണ് അതിലെ കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ അതിലെ പൂക്കളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് ഇനിയിപ്പോ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് പൊന്തി അതിലിങ്ങനെ വള്ളിയൊക്കെ പടർന്ന് പൂക്കളൊക്കെ വിരിഞ്ഞ് അത് രസം ഉണ്ടാവാറുണ്ട് കാണാം. എൻ്റെ ബാക്കിലൊരു ബോക്സ് ഉണ്ടല്ലേ. അപ്പോൾ ടൗണിൽ നിന്ന് ഒരു പെൺകുട്ടി സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് എന്തോ കുറച്ച് സാധനങ്ങളാണ് തോന്നുന്നു, ഡ്രസ്സ് എന്തോ തോന്നുന്നു. ഇതും കൊണ്ട് വഴി പറഞ്ഞു, ആ വഴിയിൽ കയറി നോൾട്ടൊന്നും പറഞ്ഞു. അവർക്ക് വണ്ടി ഉണ്ടെന്നും പറഞ്ഞു. ആ വണ്ടിയും വെയിറ്റ് ചെയ്തിട്ട് ഞാൻ ഇവിടെ ഇരിക്കുകയാണ്. ഒരു 3 മിനിറ്റ് ആയിക്കും, 3 മിനിറ്റ് ആയി. ആളെ കാണാനുള്ള വീട്ടിൽ കൊണ്ടുകൊണ്ടുവരുമോ? ഇതാണ് ഈ റോഡാണ് നമുക്ക് പോകേണ്ട റോഡ്. കാണാനല്ല, ഇതാണ്. ഒരു നമ്മളേക്കുന്ന സാധാരണ എല്ലാവരും നമ്പറൊക്കെ മേടിക്കലുണ്ട്, അതായത് ഞങ്ങൾ മേടിക്കും. ആ മുന്നിൽ പോകുന്നതാണ് നമ്മളുടെ ട്രിപ്പുകാർ, സാധനത്തിന്റെ ഉടമ. ഇവിടെ നിർത്തിയ ശരിയായിട്ടാവൂല്ലേ? ഞാൻ കയറി ഇവിടെ നിർത്തി. എന്താ പാടത്തിന്റെ ഒക്കെ ഭംഗിയുണ്ടാ. ഇനി നല്ല പച്ചയൊക്കെയല്ലേ, മഴയൊക്കെ പെയ്യല്ലേ. നമുക്ക് ഇവരെങ്ങനെ കണ്ടിട്ടില്ലെങ്കിലുള്ള ഒരു വിഷയം എന്താ വെച്ചാല്, ഇപ്പൊ നമ്മൾ ഇത്തരത്തിൽ സാധനങ്ങളൊക്കെ ഏൽക്കും. ആളുകൾ വേറെ ബൈക്കുമേലൊക്കെ ആണെങ്കിൽ നമ്മൾ അവരുടെ നമ്പർ വാങ്ങിക്കും. അല്ലെങ്കിൽ നമ്മൾ അവിടെ എത്തിയിട്ട് എങ്ങനെ ഇവരെ കോണ്ടാക്ട് ചെയ്യാൻ കിട്ടൂലല്ലോ. പക്ഷെ ഇവരേക്ക് ഞാൻ നമ്പറൊന്നും മേടിച്ചിട്ടുണ്ടാവുന്നില്ല. അപ്പൊ ഇവരാണെങ്കിൽ ഞാൻ സ്റ്റാൻഡിലേക്ക് എത്തുന്നതേ ഉള്ളൂ, അപ്പോഴേക്കാണ് ഇവരെന്നെ വിളിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവരെ കണ്ടിട്ടില്ല. പിന്നെ തിരിച്ച് വണ്ടൂരിലേക്ക് തന്നെ പോയി നമ്മൾ ഈ സാധനം അവർക്ക് എത്തിയില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴേക്ക് ഇവർക്ക് എന്നെ കണ്ടുപിടിക്കാം. ചിലപ്പോൾ അവിടെ വന്ന് അന്വേഷിച്ചാൽ തന്നെ കിട്ടും, നമ്മുടെ സ്റ്റാൻഡിന്റെ അടുത്ത് നിന്ന് തന്നെയാണ്. അപ്പം പക്ഷെ എന്തൊക്കെയാലും കൺഫ്യൂഷൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇത്തരത്തിൽ നമ്പർ മേടിക്കാറുണ്ട്. എന്തായാലും കുഴപ്പമില്ല, നമ്മള് എത്താറായി. 50 രൂപ ട്രിപ്പാണത്. 50 രൂപ പോയിന്റ് എത്തി. നമ്മള് 50 രൂപ പോയിന്റ് എത്തിയിട്ടുണ്ട്. എവിടെ വരെ പോകും? അപ്പൊ ഒരു 60 രൂപ വരെ പോയിട്ടുണ്ടെങ്കിൽ രസമായിരുന്നു. അതായത് നമ്മളത് ഇറക്കിയിട്ട് പോന്നു. അവര് ആദ്യം സ്കാനർ ചോദിച്ചപ്പോ സ്കാനർ കൊടുത്തു, പക്ഷെ GPay വർക്കായില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അവർ ചെയ്തോളും. 50 രൂപയാണ്, അത് ചെയ്തോളും, പ്രശ്നമൊന്നുമില്ല. എന്നാൽ കുറെ ആൾക്കാർക്ക് നമ്പർ കൊടുക്കലുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മളിങ്ങനെ എന്താ പറയാ, സ്കാനറിൽ ചിലപ്പോ GPay അല്ലേ, എന്തെങ്കിലുമൊക്കെ വിഷയം വന്നു കഴിഞ്ഞാൽ നമ്പർ കൊടുത്ത് പോരൽ തന്നെയാണ്. അവർ ഇതുപോലെ അത് അവരുടെ സെർവർ കംപ്ലൈന്റ് ഒക്കെ തീർന്നിട്ട് അവർ ചെയ്തോളും. ഇവിടെയാണ് നമ്മളുടെ ഈവനിങ് സ്നാക്സിന്റെ കട. ഇവിടെ എവിടെയോ ആണ്. ഇവിടെ എത്തിക്ക് എത്തിക്കഴിഞ്ഞാൽ ആർക്കും ശല്യമില്ലാതെ നിർത്തായിരുന്നു. ഓക്കെ, കയറ്റാം, നിർത്താം. 7:45. ഞാനിവിടെ അങ്ങാടിയിൽ ഫസ്റ്റ് ഗ്യാപ്പില്, ലൈനിൽ ഫസ്റ്റ് ഗ്യാപ്പിലേക്ക്. അവിടെ ഇഷ്ടംപോലെ ആളുകളെ കാണാം. വെള്ളത്തുള്ളികൾ ഉണ്ടാക്കി ക്ലിയറിലല്ലേ. ബസ് കാത്തിരിക്കുന്നവരാണ്. കാളികാവ് ഭാഗത്തേക്ക്, പൂങ്ങോട് ഭാഗം, പൂക്കോട്ടുംപാടം ഭാഗം, പിന്നെ കൂരാട് ഭാഗം, ആ ഭാഗങ്ങളിലേക്കുള്ള ആളുകളാണ് അവിടെ കാത്തു നിൽക്കുന്നത്. 8:05. നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് ഒരു 90 രൂപയുടെ ട്രിപ്പായിരുന്നു കേട്ടോ ഫ്രണ്ടിൽ നിന്ന്. എല്ലാ ഭാഗത്തും കൂടെ മഴയുണ്ട്. ഇപ്പൊ വന്ന 4 കിലോമീറ്റർ ദൂരത്തും ഇവിടെയൊക്കെ നല്ല രീതിയിൽ മഴ പെയ്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തും കൂടെ ഉണ്ടായിട്ടുണ്ടാവും ഈ ഒരു മഴ എന്ന് പറയുന്നത്. ഞാനിനി അങ്ങാടിയിൽ വണ്ടി കുറവാണെങ്കിൽ നമുക്ക് ജസ്റ്റ് 9 വരെയൊക്കെ നിൽക്കാം. പക്ഷേ എനിക്ക് നാളെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഇറങ്ങണം എന്നുണ്ട്. പെരുന്നാളൊക്കെ ആയതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ അറിയാം. എല്ലാ പെരുന്നാൾക്കും നമുക്ക് ഓട്ടം ഉണ്ടാവാറുണ്ട്. ഇപ്പൊ നാളത്തെ പെരുന്നാൾ എന്താവും എന്നുള്ളത് നമ്മൾ സാധാരണ ഇറങ്ങണ മാതിരി ഇറങ്ങി നോക്കുക. കിട്ടും എന്നുള്ള വിശ്വാസത്തോടെ തന്നെ നമുക്കൊരു 7 മണി
ഒരു 6:45-7 ആകുമ്പത്തിന് ലൈനിലേക്ക് എത്താൻ വേണ്ടി പറ്റുകയാണെങ്കിലേ ഓട്ടം ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവലുണ്ട് സാധാരണ. അപ്പൊ ഞാന് പോയാലൊന്നും ആലോചിക്കുന്നുണ്ട്, പോവണ്ടേ എന്നുള്ളതാണ് കൺഫ്യൂഷനാ. എന്തായാലും നോക്കട്ടെ. 9:20 വീട്ടിലെത്തിക്കണം. വണ്ടിൻ്റെ സീറ്റ് പുറത്തേക്ക് ഇടണം, അതുപോലെ തന്നെ മാറ്റുകളൊക്കെ പുറത്തേക്ക് ഇടണം, അല്ലെങ്കിൽ ഇനി തുരുമ്പ് കയറും. പിന്നെ മാത്രമല്ല മാറ്റൊക്കെ വീഴുക, നാളെ പെരുന്നാളാണ്. അപ്പോൾ പിന്നെ വൃത്തിണ്ടായിക്കോട്ടെ. ഏയ് സുഖല്ലേ? ഇന്നും എൻ്റെ എണ്ണ കിട്ടിയിട്ടില്ല, ആ നേരത്തെ ഞാൻ ഓട്ടത്തിൽ ഇന്നും വാങ്ങിയിട്ടില്ല ഞാനത്. ഓ മൈ ഗോഡ്, മോപ്പല്ലേ അതും കിട്ടിയിട്ടില്ല. അതിൻ്റെ പറമ്പിൻ്റെ സ്റ്റാൻഡിൽ തൊട്ടടുത്തായി തുടക്കണം മോപ്പ്. അത് തന്നെ എന്നോട് ഒരു സാധനം എന്ന് പറഞ്ഞാൽ പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ. പണ്ട് കായലൊക്കെ എങ്ങനെയാണ് നമ്മളിങ്ങനെ ഓട്ടത്തിനിടയിൽ കൂടെ ആകുമ്പോൾ മൈൻഡ് പോകണം. 1140 രൂപയ്ക്കാണ് നമ്മൾ ഓടിക്കുന്നത്. സാധാരണ പെരുന്നാത്തല എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു 1.7 പിടിക്കുന്നതാണ്. പക്ഷേ ഇന്ന് സാധിച്ചില്ല. കുഴപ്പമില്ല, അല്ല 1.7 1.5 നമ്മൾ പിടിക്കലുണ്ട്. വേറെ ഒന്നല്ല, അത് ആ മഴയാണ് പ്രശ്നമാക്കി. മഴ ആ നേരത്താണ് പെയ്ത്, ഉച്ചയ്ക്ക് ശേഷമുള്ള പെയ്ത്. അപ്പോൾ ആളുകൾ ഇറങ്ങണം എന്ന് കരുതിയ ആളുകൾ പോലും ഇറങ്ങാതെ വീട്ടിൽ നിന്നൊരു ഒരാൾ മാത്രം വണ്ടി കൊണ്ടുവന്ന് സാധനം വാങ്ങി പോകുന്ന പ്രവണതയായി. ലേഡീസാണ് അപ്പോഴേ കളിക്കും. നാളെ നമ്മൾ നേരത്തെ കളിക്കണം. അപ്പോൾ ഞാനിപ്പോൾ എഡിറ്റിങ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇന്ന് 12 മണിയൊക്കെ പറഞ്ഞാണ്. എന്നാലും കുഴപ്പമില്ല, രാവിലെ കുറച്ച് നേരത്തെ എണീറ്റ് ഇറങ്ങണം, കിട്ടും. പോയോ പെരുന്നാളൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ എൻ്റെ കുടുംബത്തിൻ്റെ ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകളാണ്. ഓക്കെ, എനിക്ക് നാളെ പെരുന്നാൾ. നിങ്ങൾ തലേ ദിവസം അത് കാണണം, മറക്കണ്ട.